കൊടിമരം സ്ഥാപിക്കുന്നത് എന്തിനാണെന്നാണ്. ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ചൈതന്യം സമാഹരിക്കുന്നതിന് യോഗശാസ്ത്രവും വാസ്തുശാസ്ത്രവുമായി ബന്ധിപ്പിച്ച് താന്ത്രിക വിധാനത്തിൽ രൂപം കൊടുക്കുന്ന ഒരു ഘടകമാണ് കൊടിമരം. ക്ഷേത്രത്തിൽ കൊടി കയറ്റുക എന്ന് പറയുന്നത് കുണ്ടലിനി ഉയർന്നു വരുന്നതിന്റെ പ്രതീകാത്മകമാണ്. ഒരു സാധകൻ ഘടയോഗം, രാജയോഗം തുടങ്ങിയ ഉപാസനാ പദ്ധതികളിലൂടെ കുണ്ടലിനി ചൈതന്യത്തെ ഉണർത്തി മൂലാധാരത്തിലൂടെ 6 ചക്രങ്ങളും കടന്ന് സഹസ്രാരത്തിൽ എത്തിച്ചേരുന്നു എന്ന സങ്കല്പമുണ്ട്. പരിപൂർണമായ യോഗശാസ്ത്ര വിധിപ്രകാരം ഘടയോഗം, രാജയോഗം ഇതൊക്കെ ചെയ്താൽ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന കുണ്ടലിനി ചൈതന്യം ഉണരുകയും അവിടെ നിന്ന് സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം ഇങ്ങനെ ചക്രങ്ങളിലൂടെ ഉയർന്ന് മുകളിലെത്തുമെന്നാണ് സങ്കല്പം. അങ്ങനെ കുണ്ടലിനി ചൈതന്യം ഉയർന്നു വരുന്നതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ക്ഷേത്രത്തിൽ കൊടി കയറ്റുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ ദേവതാ ചൈതന്യവും ഒരു സാധകനായ മനുഷ്യന്റെ മൂലാധാര സ്ഥാനത്ത് കുടികൊള്ളുന്ന പ്രാണൻ എന്ന ചൈതന്യവും ഒന്നാണ്.